കുറ്റിപ്പുഴ ഇടവക പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജീവവചസ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച 6ാമത് മൂഴിക്കുളം ഫൊറോന തല ഇന്റർ പാരിഷ് ബൈബിൾ ക്വിസ് മത്സരം പ്രൗഢോജ്വലമായി സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ഈ ബൈബിൾ ക്വിസ് മത്സരത്തിൽ ഫൊറോനയുടെ കീഴിലുള്ള 11 ഇടവകകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 28 ടീമുകളും 56 മത്സരാർത്ഥികളുമാണ് 3 പ്രായപരിധിയിലുള്ള കാറ്റഗറികളിലായി മത്സരിച്ചത്. മെയ് 23 ശനിയാഴ്ച നടന്ന ഓൺലൈൻ സമ്മേളനത്തോടെയാണ് ജീവവചസ് 2026 തുടക്കമായത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുക്കുകയും അനുഗ്രഹ സന്ദേശം നൽകുകയും ചെയ്തു. കുറ്റിപ്പുഴ ഇടവക വികാരി ഫാദർ തോമസ് മുഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂഴിക്കുളം ഫൊറാന വികാരി ഫാദർ സേവിയർ തേലക്കാട് ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രവാസി കൂട്ടായ്മയ്ക്ക് വേണ്ടി ആന്റു തേക്കാനത്ത് സ്വാഗതവും ബിനോയ് ജോസഫ് തച്ചിൽ നന്ദിയും രേഖപ്പെടുത്തി. ബൈബിൾ ക്വിസ് മത്സരത്തിന്റെ 2ാം ദിവസമായ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കുറ്റിപ്പുഴ ഇടവക ദേവാലയത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന ജീവവചസ് 2026 വിൻസെൻഷൻ സഭ സുപ്പീരിയർ ജനറൽ റവറന്റ് ഫാദർ ഡോക്ടർ പോൾ പുതുവ VC ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുഴ ഇടവക വികാരി ഫാദർ തോമസ് മുഴുവഞ്ചേരി, പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി ജിറ്റോ അവറാച്ചൻ പുതുവ, ബൈബിൾ ക്വിസ് മാസ്റ്റർ ജൂലി ബിനു, പ്രവാസി കൂട്ടായ്മാംഗങ്ങളായ തോമസ് പുതുശ്ശേരി, പോൾ പുതുശ്ശേരി പത്രോസ് എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. ഇടവക ജനങ്ങൾക്ക് വചനം പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ജീവവചസ് 2026 എന്ന് വിൻസെൻഷൻ സഭ സുപ്പീരിയർ ജനറൽ റവറന്റ് ഫാദർ ഡോക്ടർ പോൾ പുതുവ VC പറഞ്ഞു. കുറ്റിപ്പുഴ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പുഴ ഇടവകയിൽ വെച്ച് മൂഴിക്കുളം ഫൊറോനയിലുള്ള മറ്റ് ഇടവകളിലെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ജീവവചസ് എന്ന ബൈബിൾ ക്വിസ് പ്രോഗ്രാം ഇന്ന് നടത്തുകയാണ്. കുറ്റിപ്പുഴ പ്രവാസി കൂട്ടായ്മയുടെ നല്ലൊരു സംരംഭമാണ്. വചനം പഠിക്കാനും മനസ്സിലാക്കാനും ഇടവക ജനങ്ങൾക്ക് ഒരു നല്ല അവസരം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ജീവവചസ് എന്ന ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാം. വിശുദ്ധ ജെറോം പറഞ്ഞിട്ടുള്ളതുപോലെ ബൈബിളിനെ പറ്റിയുള്ള അജ്ഞത ക്രിസ്തുവിനെ പറ്റിയുള്ള അജ്ഞതയാണ്. അതുകൊണ്ട് ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അതിനുള്ള വലിയൊരു അവസരമാണ് ഈ ക്വിസ് പ്രോഗ്രാം വഴിയായിട്ട് ലഭിക്കുന്നത്. അതിനുള്ളൊരു അവസരമാണ് കുറ്റിപ്പുഴ പ്രവാസി കൂട്ടായ്മ ഒരുക്കിയിട്ടുള്ളത്. കുറ്റിപ്പുഴ പ്രവാസി കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും, വളരെ പ്രത്യേകിച്ച് അതിൻ്റെ ഭാരവാഹികളെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ നല്ലൊരു പ്രോഗ്രാമാണിത്. 5 വർഷമായി നിങ്ങളിത് നടത്തുന്നു. ഇനിയും മുന്നോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും നേരുകയാണ്. കുറ്റിപ്പുഴ ഇടവകയിൽ ഇനിയും സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട ഇടവകാരി അച്ഛനും ഇടവക ജനങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കുറ്റിപ്പുഴ ഇടവക പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജീവവചസ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച 6ാമത് മൂഴിക്കുളം ഫൊറോന തല ഇന്റർ പാരിഷ് ബൈബിൾ ക്വിസിനെ ആശംസകൾ അർപ്പിച്ച് ഭാരവാഹികൾ. ജീവവചസ് പ്രവാസി കൂട്ടായ്മയുടെ ബൈബിൾ ക്വിസ് പ്രോഗ്രാം ഏറെ മനോഹരമായിട്ട് ഈ ഇടവക കണ്ടക്ട് ചെയ്യുന്നു. പ്രവാസികളെല്ലാവരും അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പങ്കെടുക്കുന്നവർക്കും ഈ തവണ മൂഴിക്കുളം ഫൊറോന തലത്തിൽ നടത്തുമ്പോൾ അവർക്ക് അർഹമായ അംഗീകാരം നൽകിക്കൊണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ അധ്യായങ്ങൾ മനോഹരമായിട്ട് പഠിക്കുവാനും ജീവിതബന്ധിയാക്കുവാനും സാധിക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടെ ഈ ജീവവചസ് 2026 ക്വിസ് പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവാസി കൂട്ടായ്മ ടീമിന് ഇടവകയുടെ പ്രത്യേക അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കുറ്റിപ്പുഴ ഇടവക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇൻ്റർ പാരിഷ് ബൈബിൾ ക്വിസാണ് ഞങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നത്. ഏകദേശം 10 ടീമിന് മേലെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. 6ാമത്തെ വർഷമാണ് നമ്മളിത് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രത്യേകിച്ച് കുറ്റിപ്പുഴ ഇടവക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റിപ്പുഴയിലെ എല്ലാ പ്രവാസികളും ഇതിൻ്റെ പരിപാടികളിൽ ഭാഗവാക്കാണ്. വളരെ ഭംഗിയായിട്ട് എല്ലാ വർഷവും ഓറിയൻറ്റേഷനും അതിന് പിതാക്കന്മാരുടെ ഓറിയൻറ്റേഷനും അനുഗ്രഹ സന്ദേശങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, കുറ്റിപ്പുഴ ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്ന ജീവവചസ് 2026 ക്വിസ് പ്രോഗ്രാം ഇത് വലിയൊരു സംരംഭമാണ്. ഇവിടുത്തെ പ്രവാസി കൂട്ടായ്മയുടെ പേരിൽ നടക്കുന്ന, അവരുടെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്ന ഈ ക്വിസ് മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത് ഒരു ഫൊറോനയുടെ ഇടവകയുടെ കീഴിൽ ആരംഭിച്ച്
ഫൊറോന തലത്തിലേക്ക് വളർന്ന് എത്തിയിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഇത് ഇനിയും ബഹുദൂരം വളരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഇതിലൂടെ ഒത്തിരിയേറെ പേർ വചനം പഠിക്കുവാനും വചനം അനുഭവിക്കുവാനും വചനത്തിൽ ജീവിക്കുവാനും സാധിക്കട്ടെ. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അവരുടെ അധ്വാനത്തെ വിലമതിക്കുകയാണ്. ഇനിയും അവർക്ക് ഇത് ഒത്തിരി ശക്തിയോടെ മുന്നേറുവാൻ കൃപ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കുറ്റിപ്പുഴ ഇടവക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ജീവവചസ് 2026 ഏറ്റവും ഭംഗിയായ രീതിയിൽ നമ്മൾ ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. കുറ്റിപ്പുഴ ഇടവകയിൽ വെച്ചിട്ട് ഒത്തിരി ദൈവാനുഗ്രഹപ്രദമായ ഒരു ക്വിസ് കോമ്പറ്റീഷനാണിത്. കാരണം പേഴ്സണലി ഞാനും ഇത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയപ്പോഴെല്ലാം ഈശോ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതായിട്ട് എനിക്കും പറയാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കുറ്റിപ്പുഴ ഇടവകയുടെ കീഴിൽ ഒത്തിരി പ്രവാസികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് ഇപ്പോഴും ഓൺലൈനായിട്ടും ഫോണിലൂടെ എല്ലാം അവർ ഇന്ന് ജോലിയൊക്കെ കളഞ്ഞ് ഇന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഇരുന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഇന്ന് ഇതിവിടെ നടത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇത് നടത്തപ്പെടുവാൻ വേണ്ടിയും ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇതിനൊക്കെ വേണ്ടി ടിക്കറ്റ് എടുത്തും മറ്റും ഇവിടെ എത്തിയിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ഇത്ര ഭംഗിയായിട്ട് നടത്തപ്പെടാനായിട്ട് പറ്റുന്നത്. 10ഓളം ടീമുകളാണ് മുഴിക്കുളം ഫൊറോനയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷം, ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ഇതിലൂടെ ഇവിടെ വരുന്ന പാർട്ടിസിപ്പൻസിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. ഒത്തിരി നന്ദി. 3 പ്രായപരിധിയിലുള്ള കാറ്റഗറികളായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ആദ്യ കാറ്റഗറി 25 വയസ്സ് വരെയുള്ളവരുടെ മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയത് സെന്റ് ആന്റണീസ് ചർച്ച് എളവൂർ, 2ാം സമ്മാനം കരസ്ഥമാക്കിയത് സെന്റ് തോമസ് ചർച്ച് കുത്തിയത്തോട്, 3ാം സമ്മാനം കരസ്ഥമാക്കിയത് സെന്റ് മേരീസ് ചർച്ച് എളവൂർ എന്നീ ഇടവകകളാണ്. അതേസമയം 25 മുതൽ 50 വയസ്സ് വരെയുള്ളവരുടെ മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയത് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് മൂഴിക്കുളം, 2ാം സമ്മാനം കരസ്ഥമാക്കിയത് സെന്റ് ആന്റണീസ് ചർച്ച് അയിരൂർ, 3ാം സമ്മാനം കരസ്ഥമാക്കിയത് സെന്റ് മേരീസ് ചർച്ച് എളവൂർ എന്നീ ഇടവകകളാണ്. 50 വയസ്സിന് മുകളിലുള്ളവരുടെ മത്സരത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കുറ്റിപ്പുഴ 1ാം സമ്മാനം കരസ്ഥമാക്കിയപ്പോൾ സെന്റ് മേരീസ് ചർച്ച് മള്ളുശ്ശേരി 2ാം സ്ഥാനവും സെന്റ് ആന്റണീസ് ചർച്ച് ചെങ്ങമനാട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ബൈബിൾ ക്വിസ് മത്സരം വൻ വിജയമാക്കാൻ സഹകരിച്ച വിവിധ ഇടവകകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്കും പരിപാടിയുടെ വിജയത്തിനായി പ്രയത്നിച്ച കുറ്റിപ്പുഴ ഇടവകയിലെ പ്രവാസി സഹോദരങ്ങൾക്കും കുറ്റിപ്പുഴ ഇടവക പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി ജിറ്റോ അവറാച്ചൻ പുതുവ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി.